ഇന്നത്തെ റെസിപ്പി നോമ്പുകാലത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു എനർജി ഡ്രിങ്ക് ആണ് കേട്ടോ. ഇതിൽ ബദാം ഡേറ്റ്സ് ഒക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് നമുക്ക് ചൂടോട് കൂടി ഉപയോഗിക്കാം. അതേപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടും ഉപയോഗിക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബദാമും അതേപോലെ തന്നെ ഡേറ്റ്സും വെള്ളത്തിലൊന്ന് കുതിർത്തി വെച്ചിട്ടുണ്ട് ട്ടോ. ബദാം ഞാൻ തലേ ദിവസം രാത്രി തന്നെ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട്. ഒരു 1/2 കപ്പ് ബദാമാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഈ ബദാമിന്റെ തോലൊക്കൊന്ന് കളഞ്ഞെടുക്കാനായിട്ടുണ്ട്. അടുത്തത് ഡേറ്റ്സും ഇതേപോലെ തന്നെയാണ് വെള്ളത്തിൽ കുതിർത്തി വെച്ചിരിക്കുന്നത്. പക്ഷേ 10, 15 മിനിറ്റ് മുന്നേ മാത്രം വെള്ളത്തിൽ കുതിർത്തി വെച്ചാൽ മതി. ഒരു 8, 10 ഡേറ്റ്സ് എടുക്കാം. ഇനി സബ്ജ സീഡ്സ് ഒന്ന് വെള്ളത്തിൽ കുതിർത്തി എടുക്കാനുണ്ട് ട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ സബ്ജ സീഡ്സ് എടുക്കുന്നുണ്ട്. ഇതൊരു 1/2 കപ്പ് വെള്ളത്തിൽ നമുക്ക് കുതിർത്തി വെക്കാം. ഇത് ഓപ്ഷണലാണ് ട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡ്രിങ്ക് നമുക്ക് തണുപ്പിച്ചിട്ട് ഉപയോഗിക്കാം. അതേപോലെ തന്നെ ചൂടോട് കൂടി ഉപയോഗിക്കാം എന്നുള്ളത്. അപ്പൊ തണുപ്പിച്ചിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രം സബ്ജ സീഡ്സ് ചേർത്ത് കൊടുത്താൽ മതി. നേരത്തെ വെള്ളത്തിൽ കുതിർത്തിയിട്ടിരുന്ന ബദാം തോലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ട്ടോ. ഇനി ഇതൊരു മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഡേറ്റ്സും വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്. അതും കൂടി ഈ മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരണം. അപ്പോൾ ആദ്യം വെള്ളമൊന്നും ചേർക്കാതെയാണ് അരയ്ക്കുന്നത്. ഇപ്പോൾ ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ട്ടോ. അതിനുശേഷം നമുക്കൊരു 1/2 കപ്പ് പാലെടുത്തിട്ട് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഇത് കണ്ടില്ലേ ഇതേപോലെ വേണം അരച്ചെടുക്കാനായിട്ട്. 1/2 കപ്പ് പാല് മുഴുവനായിട്ട് തന്നെ ഞാൻ ഒഴിച്ചിട്ട് അരച്ചെടുത്തതാണ്. ഇനി ഈ ബദാം ഡേറ്റ്സ് പേസ്റ്റ് മാറ്റി വെക്കാം. അടുത്തതായിട്ട് പാലൊന്ന് തിളപ്പിച്ചെടുക്കാനായിട്ടുണ്ട്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.5 ലിറ്റർ പാലാണ്. ഫുൾ ഫാറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് തന്നെ ഏലക്ക ഒരു 3ഓ 4 ചതച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഏലക്ക ഇങ്ങനെ ചതച്ച് ചേർക്കുന്നതിന് പകരമായിട്ട് ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി ട്ടോ. ഇനി ഈ പാല് നന്നായിട്ട് തന്നെ തിളച്ച് വരട്ടെ. ഇപ്പോൾ പാല് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഡേറ്റ്സ് ബദാം പേസ്റ്റ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഏകദേശം ഒരു 1, 2 മിനിറ്റോളം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 1, 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയോ അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്തിട്ടുള്ളത്. അത് നമ്മുടെ മധുരത്തിനനുസരിച്ച് എത്രയാച്ചാൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു 5 മിനിറ്റോളം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരണം. അതുവരേക്കാണ് തിളപ്പിച്ചെടുക്കേണ്ടത്. 5 മിനിറ്റിന് ശേഷം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ട്ടോ. ഇനി ഈ പാല് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാറിയിട്ട് വരണം. ഇനി ചൂടാറിയിട്ടുള്ള ഈ പാലിലേക്ക് നേരത്തെ നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള സിബ്ജ സീഡ്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ട്ടോ. നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് നട്ട്സ് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബദാമോ പിസ്താഷ്യോ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് അത് അരിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം. ഇനി ഇത് വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം ട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ നല്ല എനർജി ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് ട്ടോ. എന്തായാലും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കരുത് ട്ടോ. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യണം ട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. താങ്ക് യു.